പഴയകാലത്ത് ഉത്തരകേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന നെല്ലുവിത്തിനങ്ങളുടെ പ്രദർശനമാണ് ഒരുക്കിയത്. വ്യത്യസ്തമായ ജനിതക ഘടനയുള്ള വിത്തിനങ്ങളാണ് നാടൻ വിത്തിനങ്ങൾ. ഔഷധഗുണമുള്ള ഇത്തരം വിത്തിനങ്ങൾക്ക് സ്വയം പ്രതിരോധശേഷിയുമുണ്ട്. പ്രദേശത്തിന്റെ പ്രത്യേകതകളനുസരിച്ച് വളരുന്നവയാണിവ. നാടൻ വിത്തിനങ്ങളിൽ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കുന്നതിന് ശേഷിയുള്ളവയുമുണ്ട്. വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാനായി ഉയർന്നു വളരുന്നവയും വരൾച്ചയെ പ്രതിരോധിക്കുന്നവയും ഇക്കൂട്ടത്തിലുണ്ട്. ഒരു പിടി വിത്തിൽ നിന്ന് ഒരു വയൽ വിത്ത് എന്ന ലക്ഷ്യത്തിനായി പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു വർഷമായി നടത്തിവരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. ഒരുപക്ഷെ ഒരു സ്കൂളിന് ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടുത്തെ പഞ്ചായത്തുകളും ഇവിടുത്തെ കർഷകരും നമ്മുടെ ഭരണകൂടവും ഒക്കെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇതൊരിക്കലും കാർഷിക യൂണിവേഴ്സിറ്റികളിൽ ലാമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രയോ ബാങ്കുകളിൽ സൂക്ഷിക്കേണ്ടതല്ല വിത്തുകൾ. ഇവ സൂക്ഷിക്കാൻ വേണ്ടി, ഇവ സംരക്ഷിക്കുവാൻ വേണ്ടി കർഷകന് മാത്രമേ കഴിയുള്ളൂ. കരനെല്ല് വിത്തുകൾ, കൈപ്പാട് വിത്തിനങ്ങൾ, വയനാടൻ വിത്തുകൾ, ഔഷധ നെൽവിത്തുകൾ, സുഗന്ധ നെല്ലിനങ്ങൾ തുടങ്ങിയ 100-ലധികം വ്യത്യസ്ത ഇനം വിത്തിനങ്ങൾ പ്രദർശനത്തിനുണ്ട്. അരനൂറ്റാണ്ട് പിന്നിട്ട ഹരിത വിപ്ലവത്തിന്റെ വരവോടെയാണ് നാടൻ നെൽവിത്തിനങ്ങൾ അന്യം നിന്നുപോയത്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.